നമ്മളിപ്പോൾ ഇവിടെ ജംഗ്ഷൻ്റെ അവിടെ ഈ കോടയും മാറാമ്പലടിക്കണതൊക്കെ വിറ്റ് ജീവിക്കുന്ന അവരെ കണ്ട്. അപ്പോൾ അവരും ഒരു ജോലി ചെയ്യണവർ, എന്ത് കിട്ടാനാണ്, അല്ല ആരാ മേടിക്കണം, വണ്ടികൾ പോലും നിർത്തണില്ല. അപ്പോൾ അവർക്ക് ഓരോ പൊതി ഭക്ഷണം കൊടുക്കണേണ്. നമ്മളെക്കാൾ ബുദ്ധിമുട്ടും വിഷമിക്കുകയും ജീവിക്കാൻ പാടുപെടുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് മാറാമ്പലടിക്കുന്ന വടിയും പിടിച്ച് നിൽക്കണേണ് ആ പെൺകുട്ടിയൊക്കെ. അപ്പോൾ അവർക്ക് നമ്മൾ ഓരോ പൊതി ചോറ് കൊടുക്കണേണ്. ഇവിടെ ഇതൊക്കെ ആയിട്ട് നടക്കണവരാണ്, കൊടയൊക്കെ വെക്കാൻ നടക്കണം. ഈ വെയിലിൽ ഈ തിരക്കിൽ വണ്ടിയുടെ ഇടക്ക് ജീവിക്കാൻ വേണ്ടി ഒത്തിരി പാടുപെടുന്നവരാണ്. അതിന് പല സൈഡ് വശങ്ങളും നമുക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പോവുകയാണ്. ഉപവാസം എന്നൊക്കെ പറഞ്ഞ ഇതാണ്, നമുക്ക് കിട്ടുന്ന നന്മ അതില്ലാത്തവരായിട്ട് പങ്കുവെക്കുക. വെറുതെ പട്ടിണി കിടന്നതോ ഭക്ഷണം ഉപേക്ഷിക്കുന്നതോ മാത്രമല്ല, ഈ പൊരുവെയിലിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് ഓരോ പൊതി കൊടുക്കും. അവരെ വിളിച്ച് അവരപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ചോറ് മേടിക്കാൻ വേണ്ടി വന്നത്. ഇത് കണ്ടോ, കൊട വിൽക്കണവരാ, ചത്തിരി. ഓക്കെ, ഏകാത്മിക്കോ ഇത് ചൂട് ഗരം ചൂടുണ്ട്, ചോറ് നല്ല ചൂടാണ്. വേസ്റ്റ് ആക്കരുത്. മക്കൾക്ക് വേണ്ടിയാണ് ഒരെണ്ണം ചോദിച്ചത്. ഒരാളും കൂടി വണ്ടിയുടെ അപ്പുറത്തുണ്ട്, റോഡിൻ്റെ അപ്പുറത്ത്. അയാൾക്കുള്ളതും കൂടിയാണ് അവർ കൊണ്ടുപോകുന്നത്, രണ്ടുപേരും. അവർ വേറെ ഉപദ്രവകാരികളൊന്നുമല്ല. ഈ സിഗ്നലിൻ്റെ വണ്ടികളുടെ ഇടക്കൂടെ ഈ പൊരുവയിലത്ത് കുടയും വിറ്റ് നടക്കണതാണ്. എന്ത് കിട്ടാൻ, ആരാ മേടിക്കണം? അമ്മ മേടിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ ഒരെണ്ണം ചിലവാകും. ഓക്കെ, കടകളിൽ തന്നെ ഇഷ്ടംമാതിരി ഡിസ്കൗണ്ടോടുകൂടി പലതരം കുടകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ഈ കുടയൊക്കെ കൊണ്ടുനടന്ന് ജീവിക്കാൻ വേണ്ടി നോക്കണ്ടല്ലോ മനുഷ്യർ, ആരായിരുന്നാലും മനുഷ്യരല്ലേ, ഹിന്ദി ആയാലും മലയാളം ആയാലും തമിഴായാലും. അപ്പോൾ ആ ചോറുമതികൾ അവർ അവിടെ ഇരുന്ന് ആ മരത്തിൻ്റെ ചോട്ടി വന്നിരുന്ന് തിന്നുന്ന കഴിക്കണേ കുടയെന്ന് വെച്ചിട്ട്.